കർണാടകയിലെ ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്കൂളാണ് STM സ്കൂൾ. STM സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആരാണെന്ന് അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളോട് ചോദിച്ചാൽ അവർ ഒറ്റ ശ്വാസത്തിൽ ഒരുപോലെ പറയും വേദവല്ലി ടീച്ചർ എന്ന്. കാരണം അത്രയേറെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഒരു ടീച്ചർ വേറെ ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നൊന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വേദവല്ലി ടീച്ചർ വളരെ വേഗത്തിൽ തന്നെ ആ സ്കൂളിന്റെ പ്രിയപ്പെട്ട ടീച്ചറായി മാറുകയായിരുന്നു. 1970കളുടെ അവസാനത്തിലാണ് ടീച്ചർ ആ സ്കൂളിൽ ജോലി തേടിയെത്തുന്നത്. അങ്ങനെ സ്കൂളിന്റെ ഏറ്റവും മികവുള്ള ടീച്ചറായി തന്നെ മാറി. കാരണം അക്കാലത്ത് BSc B.Ed നേടുന്ന ടീച്ചർമാർ അപൂർവമായിരുന്നു. പക്ഷേ വേദവല്ലി ടീച്ചർ അക്കാര്യത്തിൽ മികവുള്ളൊരു ടീച്ചർ തന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും കാര്യപ്രാപ്തിയുടെ കാര്യത്തിലും അർപ്പണ മനോഭാവത്തിന്റെ കാര്യത്തിലും ടീച്ചർ എന്നും ഒന്നാം സ്ഥാനത്തായിരുന്നു. കാരണം മനുഷ്യ സ്നേഹിയായിരുന്നു ആ ടീച്ചർ, വേദവല്ലി ടീച്ചർ, കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചർ. കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറായ വേദവല്ലി ടീച്ചർക്ക് എന്നും കൂടെ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ഭർത്താവായിരുന്ന ഡോക്ടർ ഹരാലയായിരുന്നു. പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് ഞാൻ ചേർത്ത് പറയാൻ കാരണം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. സൗജന്യമായി ആളുകളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഹരാലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. ഒരു മികച്ച വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ഹരാലെ. അങ്ങനെ 1970കളുടെ അവസാന കാലത്തിൽ സ്കൂളിൽ കടന്നുകൂടിയ ടീച്ചർ അങ്ങനെ ഒരു മികവുള്ള ടീച്ചറായി മുന്നോട്ട് പോകുന്നത് പലർക്കും പിടിച്ചില്ല അക്കാലത്ത് തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1975-76 ആ കാലഘട്ടത്തിൽ ആ വർഷത്തിൽ അവിടുത്തെ പ്രഥമ അധ്യാപികയുടെ പോസ്റ്റിലേക്ക് ഓരോ ടീച്ചർമാരായിട്ട് ഇങ്ങനെ അവിടെ മത്സരിക്കണമെന്നുള്ള അല്ലെങ്കിൽ നിലനിർത്തണം, ആ പോസ്റ്റ് എനിക്ക് വേണമെന്നുള്ളൊരു വാശിയായിട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. ജൂനിയർ ആയിട്ടുള്ള ടീച്ചർമാർ, ജൂനിയർ ആയിട്ടുള്ള അധ്യാപകരൊക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. പക്ഷേ വേദവല്ലി ടീച്ചർക്ക് അങ്ങനെ ഒരു അത്യാഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പോസ്റ്റ് എനിക്ക് വേണമെന്നോ ആ ഒരു പ്രഥമ അധ്യാപകന്റെ പോസ്റ്റ് എനിക്ക് വേണമെന്നുള്ള ഒരു വാശിയൊന്നും ടീച്ചർ കാണിച്ചില്ല. പക്ഷെ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്കുണ്ടായിരുന്നു. വേദവല്ലി ടീച്ചർ തന്നെ ഞങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ട് വരണം, ഞങ്ങളുടെ സ്കൂളിന്റെ പ്രഥമ അധ്യാപികയായിട്ട് മാറണമെന്ന് അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്കുണ്ടായിരുന്നു, ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷെ സ്കൂൾ മാനേജ്മെന്റിന് ഒരു താല്പര്യവും ഉണ്ടായില്ല. അതെന്താണെന്ന് വെച്ചാൽ ജൂനിയർ ആയിട്ടുള്ള കടന്നുകൂടിയിട്ടുള്ള ടീച്ചർമാരുടെയൊക്കെ ജാതി ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ഉന്നതന്മാരുടെ ജാതിയായിട്ട് ഇണങ്ങുന്നതായിരുന്നു, ഒരേ ജാതിയായിരുന്നു. വേദവല്ലി ടീച്ചറിന്റെ ജാതി ഇവരുടെ ജാതിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വേദവല്ലി ടീച്ചറെ അവർ പാടെ ഒഴിവാക്കുകയായിരുന്നു. പക്ഷേ വേദവല്ലി ടീച്ചർ അതിൽ ഒരു നിരാശയൊന്നും കാണിച്ചില്ല. ടീച്ചർ സ്വാഭാവികമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. ടീച്ചർ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ടീച്ചർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ശക്തമായിട്ട് തന്നെ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ് അവർ തന്നെ തിരഞ്ഞെടുത്ത ജൂനിയർ അധ്യാപകനെ ഒരാളെ അവിടുത്തെ പ്രധാന അധ്യാപകനാക്കി മാറ്റി. അതായത് പ്രധാന സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാക്കി മാറ്റി ചേർത്ത് വെച്ചു. അവർ എഴുതി അത് അങ്ങനെ തന്നെ ആക്കി. അതിൽ വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചർ വേണമെങ്കിൽ, അതായത് വേദവല്ലി ടീച്ചർ വേണമെങ്കിൽ അവർക്ക് ഈ പ്രഥമ അധ്യാപിക ആക്കാനായിട്ട് ഒരു ചാൻസ് തരാം. പക്ഷെ ടീച്ചർ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ഉന്നതന്മാർ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ അടിമയായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അവർ ഇതിന് സമ്മതിക്കാമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ശക്തമായി ഒച്ചവെച്ചു, പ്രതികരിച്ചു. ടീച്ചർ ഉടനെ കോടതിയിലേക്ക് പോയി. കോടതിയിൽ ചെന്ന് ടീച്ചർ സ്വയം വാദിച്ചു. കാരണം ഇത് നിയമത്തെ വെല്ലുവിളിക്കലാണ്. അതായത് സ്വാതന്ത്ര്യത്തോടുകൂടി സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന സ്കൂളിനെ അവരുടേതായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അവർ അത് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു, മറ്റുള്ള വ്യക്തികളൊക്കെ ഇല്ലാതാക്കുന്നു, അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു, കൊള്ള സംഘം പോലെയുള്ള ആളുകൾ കടന്നുകൂടിയിരിക്കുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ കോടതി ടീച്ചറിന്റെ വാക്കുകൾ കേട്ടു. കോടതി അത് ഓരോരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ കോടതിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യം വന്നു. ഉടനെ ഈ ജൂനിയർ അധ്യാപകൻ, അവിടെ കടന്നുകൂടിയിട്ടുള്ള ജൂനിയർ അധ്യാപകന്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് തന്നെ കോടതി ആ ഹെഡ് മാസ്റ്റർ എന്നുള്ള ആ പോസ്റ്റ് പിടിച്ചു മേടിച്ചു വേദവല്ലി ടീച്ചർക്ക് കൊടുത്തു. കുട്ടികൾ ഹാപ്പിയായി, കുട്ടികളുടെ രക്ഷിതാക്കൾ ഹാപ്പിയായി, ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആ കാട്ടുനായ്ക്കൾക്ക് ഇതൊന്നും പിടിച്ചില്ല. അവരുടെ മനസ്സിൽ പക വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ടീച്ചർ ഈ പോസ്റ്റിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ആ ഒരു സന്തോഷത്താൽ കുട്ടികളുടെ രക്ഷിതാക്കളും എല്ലാവരും ചേർന്നിട്ട് ധർമ്മസ്ഥലയിലെ ക്ഷേത്ര കവാടത്തിന് അരികിലായിട്ട് ഒരു സന്തോഷമായിട്ട് എല്ലാവരും ഒത്തുചേർന്നു. നിറയെ ആളുകൾ ഒത്തുചേർന്നു. ടീച്ചർക്ക് ഒരു സ്വീകരണം ഒരുക്കി. ആ സ്വീകരണം ഒരുക്കിയ ആ സ്ഥലത്തേക്ക്, ധർമ്മസ്ഥലയിലെ ആ ക്ഷേത്രത്തിന്റെ കവാടത്തിനരികിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് 2 ലോറികൾ കടന്നു വന്നു. എന്നിട്ട് പെട്ടുന്നനെ അതിൻ്റെ അകത്ത് കുത്തി നിറയ്ക്കപ്പെട്ട ആളുകളൊക്കെ ചടപടാന്ന് ചാടിയിറങ്ങി. അവരെന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടമായിട്ട് അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് അടിക്കാൻ തുടങ്ങി. വേദവല്ലി ടീച്ചർ അടിയേറ്റ് നിലത്ത് വീണു. കുറെ ആളുകളൊക്കെ ചിതറി ഓടി. കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞ് പലയിടത്തേക്കും ഓടി ഒളിച്ചു. ആളുകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എപ്പോഴും വേദവല്ലി ടീച്ചർക്കൊപ്പവും ഡോക്ടർ ഹരാലക്കൊപ്പവും
നിലനിന്നിട്ടുള്ളത്. അവരുടെ ശബ്ദമായിരുന്നു വേദവല്ലി ടീച്ചറിൻ്റെയും ഡോക്ടർ ഹരാലയുടെയും ധൈര്യവും ശക്തമായിട്ടുള്ള അവരുടെ മുന്നേറ്റത്തിനുള്ള ഊർജവും തന്നെ. പക്ഷെ അവിടുത്തെ സാധാരണക്കാർക്ക് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത അവിടുത്തെ ധർമ്മസ്ഥലയിലെ ഭരണാധികാരികളും അവരുടെ സ്കൂളിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉന്നതന്മാരൊക്കെ നിസാര വേഗത്തിൽ അവിടെയുള്ള ആളുകളൊക്കെ തല്ലി ഓടിച്ചു. പക്ഷെ ഇതിൻ്റെ പേരിൽ ഒരു കേസിനോ വഴക്കിനോ ഒന്നും ഡോക്ടർ ഹരാലയും വേദവല്ലി ടീച്ചറും ഒന്നും പോകാൻ നിന്നില്ല. അവര് സ്വാഭാവികമായിട്ടും അതൊക്കെ അങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കും എന്ന മട്ടിൽ തന്നെ അത് നേരിട്ടുകൊണ്ട് ടീച്ചർ സ്കൂളിലേക്ക് തന്നെ പോയി ഭയമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചു. പക്ഷേ അവർ വിചാരിച്ചത്, ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ വിചാരിച്ചത് ടീച്ചർ ഇതൊക്കെ കണ്ട് പേടിച്ച് പിന്നെ സ്കൂളിലേക്ക് വരില്ല എന്നായിരുന്നു. പക്ഷെ വീണ്ടും ടീച്ചർ കടന്നു വന്നത് കണ്ട് അവർ വീണ്ടും അന്തം വിട്ടു പോവുകയായിരുന്നു. അങ്ങനെ പിന്നെ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങൾ തുടങ്ങി. ഡോക്ടർ ഹരാലയുടെ മുന്നോട്ടുള്ള പോക്കിനൊക്കെ തടയാനായിട്ട് വഴിവക്കിൽ നിന്നൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. വീടിന് നേരെ ഇരുട്ടത്ത് വന്ന് കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. ജനാല ചില്ലുകളൊക്കെ തകർത്ത് കളയാൻ തുടങ്ങി. ഈ ഡോക്ടർ ഹരാലയുടെയും വേദവല്ലി ടീച്ചറിൻ്റെയും വിവാഹം കഴിഞ്ഞത് 1965 ആ വർഷത്തിലാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. പനമ്പൂരിലാണ് ഈ 2 കുട്ടികൾ നിന്ന് പഠിക്കുകയാണ്. പക്ഷേ ഈ അക്രമികൾ ചില്ലറക്കാരല്ലായിരുന്നു. അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ആദ്യം വീഴ്ത്തേണ്ടത് വേദവല്ലി ടീച്ചറെയാണ്. ടീച്ചർ വീഴുമ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ നിറയെ കരയും, സ്കൂൾ ആകെ കരയട്ടെ, കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ വിഷമിക്കട്ടെ, ആര് വിഷമിച്ചാലും കുഴപ്പമില്ല, ടീച്ചർ ആദ്യം ഇവിടെ നിന്ന് പോകണം. ടീച്ചർ പോകുമ്പോൾ ടീച്ചറുടെ വലങ്കായിയായിട്ടുള്ള ഡോക്ടർ ഹരാലയും തളർന്ന് വീഴും. ആ കുടുംബം അനാഥമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. കാരണം സുമുഖയും സുന്ദരിയും അത്രയേറെ മനുഷ്യ സ്നേഹിയുമായിട്ടുള്ള വേദവല്ലി ടീച്ചറെ കടിച്ചു കീറാൻ ആക്രമിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന കാട്ടുനായ്ക്കളായിരുന്നു ആ സ്കൂൾ മാനേജ്മെന്റിൽ നിലനിന്നവർ. അങ്ങനെ ആ ദിവസം കടന്നു വന്നു. 1979 ഏപ്രിൽ 4-ാം തീയതി. അന്ന് ഡോക്ടർ ഹരാലയ്ക്ക് താലൂക്ക് ആശുപത്രി ബോർഡിന്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും അവിടെ ചെന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്നും ഹരാല പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും പോയത്. അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്, നല്ല മികച്ച പ്രഭാഷകനാണ്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഭാര്യയോട് പറഞ്ഞിരുന്നു, വേദവല്ലി ടീച്ചറോട് പറഞ്ഞിരുന്നു, പോയിട്ട് വരുമ്പോൾ നമുക്ക് പനമ്പൂരിൽ പോകണം, കുട്ടികളെ കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം പോയത് അങ്ങോട്ട്. പക്ഷെ അങ്ങോട്ട് പോയി ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഹരാലെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കണ്ട നരക തുല്യമായിട്ടുള്ള ദൃശ്യം അത്രയേറെ മരവിപ്പിക്കുന്നതായിരുന്നു, വേദനിപ്പിക്കുന്നതായിരുന്നു. ഡോക്ടർ ഹരാല നടുങ്ങിപ്പോയി ആ കാഴ്ച കണ്ട്. തൻ്റെ പ്രിയതമ വേദവല്ലി ടീച്ചർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ചേതനയേറ്റ ശരീരം പാതി കത്തിക്കരിഞ്ഞതായി അദ്ദേഹം കാണപ്പെട്ടു. കൂടാതെ ഒരു നഗ്നമായ സത്യം കൂടി അദ്ദേഹം തിരിച്ചറിഞ്ഞു. തൻ്റെ ഭാര്യ വേദവല്ലി ടീച്ചർ കൂട്ടമായ റേപ്പിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു. കൈമുട്ടുകൾ ചതഞ്ഞിരിക്കുന്നു, കഴുത്ത് ഒടിഞ്ഞിരിക്കുന്നു. അത്രയേറെ വേദനയോടുകൂടിയാണ് ആ ഡോക്ടർ ആ കാഴ്ച തിരിച്ചറിഞ്ഞത്. കാരണം അദ്ദേഹം വിദഗ്ധനായ ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. അതൊരു കൂട്ടക്കൊലപാതകം തന്നെയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അക്രമികളെ പിടിക്കാനൊന്നും പോലീസുകാർക്ക് യാതൊരുവിധ ഒരു ഊർജവും ഉത്സാഹവും ഉണ്ടായില്ല. ഡോക്ടർ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയെ കൊന്നത്, നിങ്ങളാണ് ഇവിടെ പ്രതി എന്ന് പറഞ്ഞു. ഡോക്ടർ അവരോട് വാദിച്ചു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, എൻ്റെ ഭാര്യയെ തുടർച്ചയായിട്ട് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നവരാണ്. കുറേ പേരുടെ പേരുകളൊക്കെ വിളിച്ചു പറഞ്ഞു. അതിൽ വ്യക്തമായിട്ട് നാരായൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേര് ഈ ഡോക്ടർ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ഉന്നതനായ വ്യക്തി തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തതും ചെയ്യിപ്പിച്ചതുമെന്ന് ഡോക്ടർ ഉറപ്പോടുകൂടി പറഞ്ഞിട്ടും പോലീസ് അത് കേൾക്കാൻ തയ്യാറായില്ല. പോലീസ് എന്തോ തമാശ കേട്ട് ചിരിക്കും പോലെയൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ ഹരാലയെ അവർ ലോക്കപ്പിൽ അടച്ചു, കുറേ ഉപദ്രവിച്ചു. പക്ഷെ ഡോക്ടർ അവിടെയൊന്നും തളർന്നില്ല. ഡോക്ടർ ഒറ്റയ്ക്ക് പോരാടി. ഡോക്ടർ ഹരാലെ കുറെ ചോദ്യങ്ങൾ പോലീസിനോട് ചോദിച്ചു. എൻ്റെ ഭാര്യ വീട്ടിൽ ആരുമില്ലാത്ത നേരത്താണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പെട്രോൾ ഒഴിച്ചാണ് അവർ എൻ്റെ ഭാര്യയുടെ ശരീരം കത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആത്മഹത്യയായി അത് മാറും? കൈമുട്ടുകളും കഴുത്തുമൊക്കെ ഒടിഞ്ഞിരിക്കുന്നു, ചതഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ ആത്മഹത്യയായി മാറും? കൂട്ടമായ റേപ്പിന് ഇരയാക്കപ്പെട്ടൊരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ. അതെങ്ങനെ ഒരു ആത്മഹത്യയായി മാറും? അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവാതെ പോലീസ് പലതും പറഞ്ഞ് തടി തപ്പി. അവിടുത്തെ പോലീസ് സൂപ്രണ്ട് അതൊരു ആത്മഹത്യയാക്കി ഫയലിൽ എഴുതി ചേർക്കുകയായിരുന്നു. അതിൻ്റെ ഉത്തരവാദി ഡോക്ടർ ഹരാലയാണെന്നും എഴുതി ചേർത്തു. പക്ഷേ കോടതിയിലേക്ക് കേസ് പോയപ്പോൾ കോടതിയിൽ സ്വന്തമായിട്ട് തന്നെ ഡോക്ടർ ഹരാല വാദിച്ചു. അദ്ദേഹം ഒരു ഭയമില്ലാതെ വാദിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, തൻ്റെ കൂടെ നിലനിന്ന ഭാര്യ, മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യ സ്നേഹിയായി നിലനിന്ന ഭാര്യ, അങ്ങനെ തീർത്തും നല്ല ഒരു സ്ത്രീയായിരുന്ന വേദവല്ലി ടീച്ചറെ, പ്രിയപ്പെട്ട ടീച്ചറെ ഇല്ലാതാക്കുകയായിരുന്നു
ആ ധർമ്മസ്ഥലയിലെ കാബാലികർ. അവർ ആ കേസിൻ്റെ തുമ്പുകളും തെളിവുകളുമൊക്കെ നശിപ്പിക്കാൻ പോലീസിന് നല്ലതുപോലെ പണം നൽകിയെന്ന് റിപ്പോർട്ടുകൾ ഇന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഉന്നതന്മാർ ഒരിക്കലും പിടിക്കരുതെന്ന് അവിടുത്തെ പോലീസിന് നല്ലതുപോലെ ഒരു വാശി ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ ആ കാലത്ത് പുറത്തു വന്ന വാർത്തകളിൽ നിന്നും ഇന്നും മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെ കോടതിയിൽ നിന്നുള്ള വാദമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വേദവല്ലി ടീച്ചറുടെ ഭർത്താവ് ഡോക്ടർ ഹരാലെ നിരപരാധിയാണെന്ന് കോടതിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായി. അങ്ങനെ ഡോക്ടർ ഹരാലയെ വെറുതെ വിട്ടു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഭീഷണി സ്വരങ്ങളായിട്ട് കുറേ പേർ പാത്തും പതുങ്ങിയും വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിനെയും കൂടി ഇല്ലാതാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ അദ്ദേഹം ഭയപ്പെട്ടത് വേറൊന്നുമായിരുന്നില്ല, പനമ്പൂരിൽ പഠിക്കുന്ന തൻ്റെ കുട്ടികളെക്കുറിച്ചായിരുന്നു. കുട്ടികളെ എത്രയും പെട്ടെന്ന് ആക്രമിക്കുമെന്നൊക്കെ അദ്ദേഹം മുൻകൂട്ടി കണ്ടു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം ലൈസൻസ് ഉള്ളൊരു തോക്ക് കൂടെ കൊണ്ട് നടക്കാൻ ഒന്നും തയ്യാറായില്ല. അദ്ദേഹം കുട്ടികളെയും കൂട്ടി ആ നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം തൻ്റെ പ്രഭാഷണം നിർത്തിയില്ല, പലയിടത്തും പ്രസംഗിച്ചു. ഇപ്പോൾ സൗജന്യ കൊലപാതകത്തിൻ്റെയൊക്കെ ചുരുളുകൾ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു വരുന്നുണ്ട്. 17 വയസ്സുകാരിയായിട്ടുള്ള സൗജന്യ 2012 കൊല്ലപ്പെട്ടു. സൗജന്യയെ കൊന്ന കാബാലികർക്കെതിരെ ഡോക്ടർ ഹരാലെ ശബ്ദമുയർത്തി. അദ്ദേഹം ഇപ്പോഴും സങ്കടപ്പെടുകയാണ്. അവിടെ ഒരുപാട് കൊലപാതകങ്ങൾ ഇങ്ങനെ ആരോരും അറിയാതെ നടക്കുന്നുണ്ട്. വേദവല്ലി ടീച്ചറെ ഇവർ കൊന്നത് എന്താണ്? നിസ്സാരമായിട്ടുള്ള കാരണത്താൽ. വേദവല്ലി ടീച്ചർ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്ത്, ആർക്കെതിരെ? സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്ത് കോടതിയിൽ പോയി ഹെഡ് മാസ്റ്റർ പദവി തിരിച്ചു മേടിച്ചു എന്ന കാരണത്താൽ. ആ കാരണം കൊണ്ടാണ് വേദവല്ലി ടീച്ചർ ഇവർ ഇല്ലാതാക്കി കളഞ്ഞത്. പിന്നെ ഇവർക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. വേദവല്ലി ടീച്ചർ ഇവർക്ക് വഴങ്ങണമെന്നുള്ള ആഗ്രഹം. അതിന് വഴങ്ങാതിരുന്ന കാരണം കൂടി ഇവർ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവർ നിസാര വേഗത്തിൽ വേദവല്ലി ടീച്ചറെ ഇല്ലാതാക്കുകയായിരുന്നു. സത്യം ജയിക്കരുത്, നേര് ഒരിക്കലും ആരും അറിയരുത് എന്ന വാശിയുള്ള കുറെ കാബാലികരും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥ പദവിയിലിരിക്കുന്ന കാട്ടുനായ്ക്കളായ പോലീസും ചേർന്ന് വേദവല്ലി ടീച്ചറെ ഇല്ലാതാക്കുകയായിരുന്നു. ഇന്നും ആ കേസിന് ഒരു തെളിവുമില്ല, തുമ്പുമില്ല, ഒന്നുമില്ല. ആരും അറിയാതെ ആ കേസ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നു. പക്ഷേ ഒരിക്കലും STM സ്കൂളിൻ്റെ പ്രിയപ്പെട്ട ടീച്ചറെ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും മറന്നു പോകില്ല. അവരിന്നും ഓർമ്മിക്കുന്നുണ്ട് ആ വേദവല്ലി ടീച്ചറെ. സത്യം ഒരു നാൾ പുറത്തു വരും എന്ന വാശിയോടുകൂടി ഇന്നും ഫൈറ്റ് ചെയ്യുകയാണ് ഡോക്ടർ ഹരാലെ.